ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്ത് സിൻസി പങ്കുവച്ച ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് തോന്നി. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിന് ഗർഭചിത്രത്തിന് അനുമതി കൊടുത്തുകൊണ്ട് ഇന്നൊരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് സ്ത്രീയാണെന്നും അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയുമാണെന്നും ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്നിങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഭാവമാണ് മാതൃത്വം. ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നത് വളരെ ഈസിയായി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് 2 പ്രസവിച്ച എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. മാനസികമായും ശാരീരികമായും ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ഉൾക്കൊണ്ട് അതിനെ പ്രസവിച്ച് വളർത്താൻ നിങ്ങൾ എന്ന് ഫിറ്റാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുവോ അന്നേ നിങ്ങൾ ഈ പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. അത് മാത്രവുമല്ല, ജീവിതം എപ്പോഴും അൺസർട്ടനിറ്റിയാണ്. ആരാൽ ഉപേക്ഷിക്കപ്പെടുമെന്നോ ആരാൽ സംരക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഉറപ്പില്ല. നമുക്ക് ഇവരെ പഠിപ്പിച്ച് വളർത്താനുള്ള സാമ്പത്തിക ഭദ്രത കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നന്ദി. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് ഗർഭഛിദ്രത്തിന് അനുമതി നൽകിക്കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചർച്ചയ്ക്കാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തുടക്കമിട്ടിരിക്കുന്നത്. ഈ വിധി നിയമപരമായ ഒരു തീരുമാനമായി മാത്രം കാണാനാവില്ല. അതിലെല്ലാം ഉപരി ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. തൻ്റെ ശരീരത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പരമാധികാരം ആ വ്യക്തിക്ക് മാത്രമാണ്. ആ അവകാശം സ്ത്രീക്കും പെൺകുട്ടിക്കും ഒരുപോലെ ബാധകമാണെന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. സ്വന്തം ആഗ്രഹത്തിന് വിരുദ്ധമായി മാതൃത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. പ്രകൃതിയുടെ ഏറ്റവും മനോഹരവും വിശുദ്ധവുമായ ഭാവമാണ് മാതൃത്വം. ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക, ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ചെറിയ കാര്യമല്ല. എന്നാൽ അതൊരിക്കലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടോ ആകരുത്. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിലും എത്രയോ മടങ്ങ് പ്രയാസമാണ് ആ കുഞ്ഞിനെ വളർത്തുക എന്നത്. പലപ്പോഴും കൂടുതൽ പേരും മാതൃത്വത്തെ വൈകാരികമായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ കുഞ്ഞിന് ജന്മം നൽകാൻ നിങ്ങൾ മാനസികമായി തയ്യാറാണെങ്കിൽ മാത്രമേ ആ പ്രക്രിയയിലേക്ക് കടക്കാവൂ. ആ കുഞ്ഞിൻ്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ കുഞ്ഞിനെ പൂർണ്ണമായ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നോക്കാനുള്ള ശാരീരികവും മാനസികവുമായ കെൽപ്പ് നിങ്ങൾക്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ മാതൃത്വം മനോഹരമായി ഒരനുഭവമായി മാറുകയുള്ളൂ. ജീവിതം എപ്പോഴും ഒരുപോലെ ആവില്ല. ഇന്ന് നമ്മളോടൊപ്പമുള്ളവർ നാളെ ഉണ്ടായെന്ന് വരില്ല. ആരുടെ സംരക്ഷണയിലാണ് നാം കഴിയുന്നത്? അവർ എപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ ആര് നമ്മളെ താങ്ങുമെന്നോ ഉള്ള ഒരു കാര്യത്തിലും യാതൊരു ഗ്യാരണ്ടിയും നൽകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എടുക്കുന്ന ഓരോ തീരുമാനവും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായിരിക്കണം. മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ നിൽക്കാനും തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനും ഓരോ സ്ത്രീക്കും കഴിയണം. അതിന് ആത്മവിശ്വാസവും കരുത്തും അത്യന്താപേക്ഷിതമാണ്. സ്നേഹം കൊണ്ട് മാത്രം ഒരു കുഞ്ഞിൻ്റെ വിശപ്പടങ്ങില്ല. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാകില്ല. ഒരു കുഞ്ഞിനെ വളർത്താൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും കടമയാണ്. ആ കുട്ടിയെ പഠിപ്പിച്ച് വളർത്താനും നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും നമുക്ക് കഴിയണം. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കുഞ്ഞിനെ വളർത്താനുള്ള സാമ്പത്തിക അടിത്തറ നാം സ്വയം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. മാതൃത്വം എൻജോയ് ചെയ്യാൻ കഴിയണമെങ്കിൽ അമ്മ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും തയ്യാറെടുത്തിരിക്കണം. ബോധപൂർവമായ മാതൃത്വം സമൂഹത്തിൻ്റെ സാംസ്കാരികമായി മാറണം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കല്ല, മറിച്ച് നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ നല്ല ഭാവിക്കുമാകണം മുൻഗണന. ഓർക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനമാണ്.